വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിനി വേറൊരു സിമ്പിൾ എംബ്രോയ്ഡറി നിങ്ങളെ പഠിപ്പിക്കട്ടെ. ഫാബ്രിക് പെയിൻറ്റിങ്ങും ഒരു മിറർ വർക്കും കൂടെ കൂടിയതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു ജസ്റ്റ് ടീഷർട്ടാണ്, നിങ്ങൾക്ക് കാണാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സുകളിലോ ടോപ്പുകളിലോ കുർത്തിയിലോ നിങ്ങൾക്ക് എവിടെ വേണേലും പിടിപ്പിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിലോ ഒക്കെ പിടിപ്പിക്കാൻ നല്ലൊരു വർക്കായിരിക്കും. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പം എന്തായാലും ഇതിലേക്ക് ഒരു പടം ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. നിങ്ങൾ പടം വരയ്ക്കാൻ മിടുക്കരായിരിക്കും. ഇനി എന്തേലും അത്രമാത്രം വരയ്ക്കാൻ അത്ര ടാലൻ്റ് ഉള്ളവരല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തേലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണും. അല്ലെങ്കിൽ ഒരു പേപ്പറെ വരച്ചിട്ടാണേലും ഒരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസാലോ വല്ലതും ഒന്ന് പടം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ട് നമ്മുടെ ഡ്രസ്സുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ വരച്ച് ഇതിൽ അടയാളം വരുത്താം. ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നു കണ്ടപ്പോൾ എനിക്കെന്തോ വളരെ കൗതുകം തോന്നി. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഇപ്പം എന്തേണ്ട അത് എനിക്ക് പ്രയോജനമാകുകയും ചെയ്തു. ഈ ഉടുപ്പയിലോട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. എന്തായാലും ഞാൻ എങ്ങനെയാണ് ചെയ്തത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വരച്ചെടുത്തു കണ്ടോ. അപ്പം നമുക്കിങ്ങനൊരു ഡിസൈൻ കിട്ടും. വളരെ ഈസി അല്ലേ? നോക്കിക്കേ, നിങ്ങളുടെ വീട്ടിലല്ലേ ആരെങ്കിലും വരച്ചു തരാൻ കാണും. ഇതോ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കേട്ടോ. ഈ പൂ വേണമെന്നൊന്നുമില്ല, ഇതിലും കുഞ്ഞു പൂക്കളോ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങളൊരു ഡിസൈൻ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇവിടെ മുഴുവൻ ഇങ്ങനെ വരച്ചെടുത്തേക്കുക കണ്ടോ. ഇവിടെ മുഴുവൻ ഫ്ലവേഴ്സാണ്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നേ. കാണാമോ? ഇത് മുഴുവൻ ഫ്ലവേഴ്സാണ്. ഇതാ കണ്ടോ. ഇതിന് ഞാൻ ഒന്നുകൂടെ ഒന്ന് തെളിച്ച് തരാം. ഇത് തന്നെ ഡാർക്ക് ഒരു ഉടുപ്പായതുകൊണ്ട് തന്നെ ഇത് വരച്ചിട്ട് അത്ര അങ്ങോട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ കണ്ടോ. ഈസിയാണ്, നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. കണ്ടല്ലോ. അപ്പം ഞാനിതിനെ ഈ ഫ്ലവർ എല്ലാം ഇങ്ങനെ വരച്ച് വെച്ചേക്കുവാണ്. കണ്ടല്ലോ നിങ്ങൾ. ഈസി അല്ലായിരുന്നോ? ഇപ്പം എബൌട്ട് ഞാനൊരു 3, 6, 9 ഫ്ലവേഴ്സ് ഇതുപോലെ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻസ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇതിന് പകരം ലീഫ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ലീഫ് ആക്കാം. എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്. എനിവേ എനിക്കിങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ തോന്നി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇത് ഏകദേശം ഒരു മെറൂണിഷ് കളറിലെ ഒരു ഫെയ്ഡ് മെറൂണിഷ് കളറിലെ ഒരു ടോപ്പായത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഓർത്തു ഇതിൻ്റെ കൂടെ ബ്ലൂ നന്നായിട്ട് വർക്ക് ചെയ്യും. ഈ ബ്ലൂ വർക്ക് ചെയ്യുന്ന എൻ്റെ മനസ്സിൽ തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പെരുന്നാളും കടയിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ബ്ലൂ ബലൂൺ കിട്ടി ഈ കളറിൽ. അത് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ആ കളർ കോമ്പിനേഷൻ പെട്ടെന്ന് വന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെ നടുക്കല്ല ഓരോ മിറർ ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. ഒരു മിററും ഫ്രെയിമും വെച്ചുകൊണ്ട്. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പം കടകളിൽ കിട്ടുമല്ലോ. എത്ര നാളായി ഈ വർക്ക് ഇറങ്ങിയിട്ടല്ലേ? ഈ മിറർ ഇറങ്ങിയിട്ട് കുറേ നാളുകളായി. കണ്ട് ഇങ്ങനത്തെ ഫ്രെയിംസ് വാങ്ങാൻ കിട്ടും. വളരെ ചീപ്പറായിട്ട് നമുക്ക് ത്രെഡ് ഷോപ്പുകളിലോ അല്ലെ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ത്രെഡ് സെൻറ്റേഴ്സ് ഒക്കെ ഇല്ല, അവിടെ കിട്ടും നമുക്ക്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ വീണ്ടും ഫാബ്രിക് ഗ്ലൂ. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ഫാബ്രിക് ഗ്ലൂ ആണ്. ഇത് ഒത്തിരി നല്ല ഫാബ്രിക് ഗ്ലൂ ആട്ടോ. ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് അത് പിടിച്ചിരിക്കുന്ന തുണികളിൽ. ഇതിൻ്റെ പേര് ട്രിമിക്സ്. ഇത് ഇവിടുന്ന് ഞാൻ വാങ്ങിയത്. എനിക്ക് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സിന്റെയും നടുക്ക് ഞാനിത് വെച്ചു കൊടുക്കുക, ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്താ അവനെ നമുക്ക് ഇങ്ങനെ ഇരിക്കും. നല്ല അനുസരണം. ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രെയിമിന്റെ ചുറ്റും നമുക്ക് ഇച്ചിരി ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. കഴിയുമ്പോൾ ഡിസപ്പിയർ ആയിക്കോളും കേട്ടോ. അടിപൊളി പറയുന്നത്. പിന്നെ ഞാനിതിനെ എല്ലാം നോക്കിക്കേ, ഞാനിത് മുഴുവൻ വെച്ച് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഇത് വെക്കുന്നതിന് മുന്നേ ആ മിറർ വെച്ചതിന് ശേഷം നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് ആ ഡിസൈൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആ ഫ്രെയിം വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ എനിവേ ചെയ്തു പോയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേക്ക് ആദ്യം മിറർ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് ഈ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം അവസാനം ആ ബ്ലൂ ഫ്രെയിം അല്ല നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഫ്രെയിം ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ ഫ്രെയിം ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വലുപ്പമുള്ള ഫ്രെയിമാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇച്ചിരി ചെറിയ ഫ്രെയിം ആണെങ്കിലും കൂടുതൽ ഭംഗിയായിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. കുറേ ഈ ചുമ്മാ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ തരികിടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ തുണിയുടെ അടിഭാഗത്തേക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് അണ്ടർ ആ ലെയർ നമ്മൾ ഇതുപോലെ ബേസ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് പീസ് തിന്നായിട്ടുള്ള തടികളോ എന്ത് വേണേലും നിങ്ങൾക്ക് എൻ്റെ വെച്ച് കൊടുക്കാം. കാരണം ഈ ഫാബ്രിക് പെയിൻറ്റ് ഒരു കാരണവശാലും നനഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗത്ത് വന്ന് പിടിക്കരുത്. അപ്പുറത്തെ തുണി വന്ന് വെറ്റാവാതിരിക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ നിങ്ങളെ ഇതിന് മുന്നേ കാണിച്ചു തന്നേക്കുന്നത് സ്റ്റെൻസിൽസിലായിരുന്നു. അത് വെച്ചിട്ട് അതിന് മുകളിൽ കൂടിയായിരുന്നു നമ്മൾ ഫാബ്രിക് പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെങ്കിൽ ഇത്തവണ നമുക്ക്
ബ്രഷിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് കരുതുക. ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രഷസ് എവിടെയാണെന്ന് പോലും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നു കണ്ടോ, ഐഷാഡോ ബ്രഷ്. ഇതിൻ്റെ ഉപയോഗം കൊണ്ട് പണി തീരുമെന്നാണ് തോന്നുന്നത്. എനിവേ, ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന കളറ് ഓറഞ്ച് കളർ, ഭയങ്കര കോൺട്രാസ്റ്റ് കളറൊക്കെ ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഉണങ്ങി കഴിയുമ്പോൾ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല കേട്ടോ, ഇച്ചിരൂടെ നല്ല ഡിം ആയിട്ടിരുന്നോളും. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. ഞാൻ പറഞ്ഞു, നമ്മളിനി തേക്കുമ്പോൾ ഒരുപക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് ഇപ്പം ചെയ്യണം. കാരണം ഓൾറെഡി ഇത് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞല്ലോ. കണ്ടോ, ഈ ഫ്രെയിമെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടി വരും ഇപ്പം എനിക്ക്. അല്ലെങ്കിൽ ആ മിറർ മാത്രം വെച്ചിട്ടായിരുന്നെങ്കിൽ ചുമ്മാതിപ്പം തേച്ച് ഫാസ്റ്റ് തന്നെ വിടാമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പം ലാസ്റ്റ് ഇപ്പം നമ്മുടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അടുത്ത പെറ്റൽ ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇഷ്ടമായോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അങ്ങനെ വേണ്ടായിരുന്നു, അല്ല ചേച്ചി ഇങ്ങനെ ചെയ്യായിരുന്നു, നിങ്ങളുടെ സജഷൻസും ഒക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം. ഫീൽ ഫ്രീ കേട്ടോ, ആർക്കും പറയാം. എന്തായാലും നമ്മുടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഭയങ്കര വൃത്തിയായിട്ട് കണ്ടത് രസമായി. ഈസി ആയിരുന്നു പരിപാടി, പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങൾക്കും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത്ര ഫ്ലവർ ചെയ്യണമെങ്കിൽ ചെയ്യണ്ട കേട്ടോ. അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്രണ്ടിൽ മാത്രം നെക്ക് ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വിട്ട് തന്നേക്കുവാണ്. ഇനി നമുക്ക് നടുവിലേക്ക് കണ്ടോണേ, നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കാണാമെങ്കിൽ ചെറുതായിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ റെഡ് കളറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, നല്ല റെഡ്, ബ്രൈറ്റ് റെഡായത്. ഈ പറയുന്ന പോലെ ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ കളർ ഇച്ചിരിയും കൂടെ ഡിം ആയിക്കോളും കേട്ടോ. പിന്നെ നടുക്ക് മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് വരാമെന്നാ അല്ലേ, എളുപ്പമല്ലേ ചെയ്യാനാ, പെട്ടെന്ന് തീരും കേട്ടോ. അതിനുശേഷം അടുത്ത് തന്നെ ചെയ്യുന്നത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലീഫ് ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര വലിയ ഫ്ലവർ ചെയ്തല്ല, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീനൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊരു ലീഫ് വരച്ചു കൊടുക്കാം. അത് നമ്മൾ ബ്രഷ് വെച്ചാണ് വരയ്ക്കാൻ പോകുന്നത്. സില്ലി ലീഫ് എന്ന് വേണേൽ പറയാം. നമ്മളിപ്പോൾ ഒരു ലീഫ് വരച്ചു കഴിഞ്ഞു. ലീഫ് വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. എന്തായാലും നമ്മുടെ വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷ് ആയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കണ്ടോ എന്നാ ഫാസ്റ്റായിരുന്നൊക്കെ പരിപാടികളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരങ്ങ് വരച്ചു. നിങ്ങൾക്ക് എന്ത് വേണേലും വരയ്ക്കാം, സുന്ദരമാക്കാൻ പറ്റും കേട്ടോ. ഇതിലുമൊക്കെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഇത് കണ്ടോ, ബ്ലാക്ക് കളറിലെ ഫാബ്രിക് പെയിൻ്റ് ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ കുഞ്ഞ് സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസൈഡിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ലീഫിൻ്റെയൊക്കെ അകത്ത് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ ഇതൊരു ലീഫാണ്. ഫാബ്രിക്കോ ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഉണ്ടോ? നമുക്ക് അവിടെ ഇവിടെ എല്ലാം ഓരോ ഫാബ്രിക്കുകളും ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇവനെ അങ്ങ് സുന്ദരമാക്കാം. റൈൻസ്റ്റോണിനെ ഈ പൊട്ട് കാണുന്നിടത്തെല്ലാം നമ്മൾ റൈൻസ്റ്റോണിനെ ഒട്ടിക്കുക കേട്ടോ. റൈൻസ്റ്റോണിനെ ഒട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇനി എപ്പോഴും പറഞ്ഞു തരണോ? ഗ്ലൂ ശകലം നമ്മുടെ ഫിംഗർ ടിപ്പിലോട്ട് ചെറുതായിട്ട് ഒന്ന് മുട്ടിച്ചിട്ട് ഇതിനിങ്ങനെ വെച്ചാൽ അത് ഈസി ആയിട്ട് നമുക്കൊണ്ട് വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളൊരു പേനായോ അല്ലെ എന്തിൻ്റെയെങ്കിലും തുമ്പ്, ഈർക്കിലിയോ എന്തിൻ്റെയെങ്കിലും തുമ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് അവനോടൊപ്പം ഒട്ടിയിരുന്നോളൂ. കണ്ടല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ റൈൻസ്റ്റോണുകളെയും ഒട്ടിച്ചു. അപ്പോൾ നമ്മുടെ ആ പരിപാടി മുഴുവൻ തീർന്നു. ഇനിയിപ്പോൾ ഞാൻ അധികം വർക്കുകളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇതുകൊണ്ട് ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കുന്നു. ഫ്ലവർ ഇത്ര വേണമെന്നില്ല. നിങ്ങൾക്ക് ഫ്ലവർ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ കുറയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തോണം കേട്ടോ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഞാൻ എന്തായാലും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.